കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പൊട്ടി പൊട്ടി കാക്ക പറഞ്ഞു ഒന്ന് ചുമ്മാ ഇതാ ഐതം വെച്ചുള്ള കളിയാണ് ഉണ്ടായിരുന്നു. പിന്നെ ക്രൂരത ഉണ്ടാ ചിരിച്ചോളൂ. എടീ നീ എന്റെ അണ്ണാറക്കണ്ണന്മാരെ കിളികളെയും ജീവിക്കാൻ സമ്മതിക്കൂലടേ? അണ്ണാറക്കണ്ണന്മാരെ കിളികളെ ഞാൻ അണ്ണാറക്കണ്ണൻ എന്തോ ഞാൻ കാക്കയല്ലേ പടക്കം പിടിച്ചു ഇതാക്കിയത്. അച്ഛൻ രണ്ട് നല്ല കുട ക്രൂരനാണ്. ക്രൂരനാ ഞാൻ കാണിച്ചു തരാം. ക്രൂരനാ പൊട്ടി 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 എന്താണ് നിനക്ക്? ഇവിടെ ഇങ്ങനെ പോകോ ഞാൻ എന്തോ ചെയ്ത് നിനക്ക് എന്താ ഞാൻ എന്തോ ചെയ്തെന്നാ പറയുന്നത്. ഇവിടെ കാക്കയുടെ ശല്യം കൊണ്ട് ഞാൻ കാക്കയിലെ പടക്കം പൊട്ടിക്ക് ഓടിച്ചു. അതിന്റെ തെറ്റാണോ? കാക്ക ഇവിടെ വേണ്ടേ? കാക്ക വേണ്ട ഇവിടെ. അണ്ണാറക്കണ്ണൻ വേണ്ടേ? അണ്ണാറക്കണ്ണനും വേണ്ട ഇവിടെ. കിളികളും വേണ്ടേ? കിളികളും വേണ്ട ഇവിടെ. ഈ വീട്ടിൽ ഒന്നും വേണ്ട. കിളികളൊന്നും ഇവിടെ വേണ്ട. കിളികളൊന്നും വേണ്ട. എന്തുവാടാ ഇതൊക്കെ? അപ്പൂപ്പൻ ചുമ്മാരി അപ്പൂപ്പൻ ചിരവിനോട് കൊള്ളട്ടെ. കൊള്ളട്ടെ, നീ ആള് കൊള്ളവിടെ ചേർക്കാ. അച്ഛൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. കാക്കകളെ ഓടിക്കാൻ എനിക്ക് പടക്കം വെച്ചൊരു ഐഡിയ കിട്ടി. അത് അച്ഛൻ എന്താ പറഞ്ഞ മനസ്സിലാവാത്ത എന്തുവാടാ ഉത്തമ ഇതൊക്കെ? ഇവ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാത്തിനും പറഞ്ഞ് ഓടിക്കണം. ഒന്നാമത് അവരൊന്നും മിണ്ടലില്ല എന്റെ അടുത്ത്. ഒന്നാമത് അവരൊന്നും മിണ്ടലില്ല എന്റെ അടുത്ത്. അതിനിടയ്ക്ക് അവര് പടക്കം കൂടെ വെച്ച് ഓടിച്ചാൽ ഞാൻ തോന്നിയും ആരും മിണ്ടാന്ന് പറയാ. എനിക്ക് അവരെ ഓടിക്കണം എനിക്ക് സഹിക്കാൻ പറ്റൂല. വിട് സുബേഷ്, നീ അവന്റെ അണ്ണാനെ കിളികളൊക്കെ അങ്ങ് വിടറേ. ഞാൻ പിന്നെ ഓരോ കാക്കകളെ പിടിച്ചു വെച്ച് അതിന്റെ ചെവിയുടെ കീഴ് വെച്ച് പടക്കം പിടിക്കാൻ പറ്റുമോ? അച്ഛൻ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞ ചേട്ടനടുത്ത്. ആ അത് ശരി, അതവൻ പറഞ്ഞ ന്യായോടാ. അച്ഛന്റെ പ്രശ്നം എന്താണ് ഇപ്പം? എനിക്ക് തേങ്ങ ഉണക്കാൻ കാക്ക വന്ന് ബുദ്ധിമുട്ടായിട്ടല്ലോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത്. അച്ഛന് തേങ്ങ ഉണക്കി കിട്ടണം. ഞാൻ ഉണക്കി തന്നാ പോരെ? ഞാൻ ഉണക്കി മില്ലിൽ കൊണ്ടുപോയി അച്ഛന് എണ്ണ ആക്കി തരാം പോരെ? നീ ചെയ്തു തരുന്ന പറഞ്ഞാൽ അതിന് പൈസ ആര് ചെലവാക്കും? ഞാൻ മില്ലിൽ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ തന്നെ പൈസ കൊടുത്താൽ പൈസ കൊടുക്കും. അതിന്റെ പേരില് എന്റെ കിളികൾക്കോ അണ്ണാറക്കണ്ണന്മാർക്കോ എന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ നീ അറിയും. അറിയുമ്പോ അറിയിച്ചാൽ മതി. നേരം ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ ലൈലോടിക്കാൻ നിൽക്കണ്ട. മക്കളെ നിന്നെ കൊണ്ട് ഇപ്പോഴെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായി. എണ്ണ വാങ്ങിച്ചു തരാം. സന്തോഷമായില്ലേ? ഹലോ, ഇവിടെ ഇരിപ്പോട്ടായിരുന്നോ? ഇങ്ങോട്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അല്ല, ഇത്രയും നേരം മോനെ കുത്തി വീർപ്പിച്ച് നടന്ന ആളിപ്പോ എന്തോ പെട്ടെന്നൊരു സന്തോഷം. എടി എനിക്ക് നീ തേങ്ങ ഉണക്കാൻ വേണ്ട, കൊപ്രയും കൊണ്ട് മില്ലിലും പോകണ്ട, ഒന്നും ചെയ്യണ്ട, ഹാപ്പി ആയിട്ടിരിക്കാം. ഓ, നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട ആ ചെറുക്കൻ അതും കൂടെ കയറി ഏറ്റായിരിക്കും അല്ലേ? ബുദ്ധിമുട്ട് കണ്ടു, പക്ഷെ എന്റെ അല്ല, അണ്ണാറക്കണ്ണന്റെയും കിളികളുടെയും ബുദ്ധിമുട്ട്. അണ്ണാറക്കണ്ണന്റെ ബുദ്ധിമുട്ടോ? ഓ, നിങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. എടി ഈ തേങ്ങ ഉണക്കുമ്പോ കാക്ക വരാതിരിക്കാൻ എന്റെ സുബേഷ് പടക്കം പൊട്ടിച്ചു. അങ്ങനെ പടക്കം പൊട്ടിയ ഈ കോമ്പൗണ്ടിലുള്ള അണ്ണാറക്കണ്ണനും കിളികളൊക്കെ പറന്നു പോകും. ഉത്തമനെ മിണ്ടി പറഞ്ഞിരിക്കാൻ ആരുമില്ലാന്ന്. നമ്മളൊക്കെ ഇല്ലേ അവനെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ആ ചെറുക്കൻ ഇത്ര വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇത്ര ഹാപ്പി ആകാൻ എന്തിരിക്കുന്നു? എടി പടക്കം പൊട്ടിക്കാതിരുന്നാല് ഈ തേങ്ങ അവൻ മില്ലി കൊണ്ട് കൊടുത്ത് കാശ് കൊടുത്ത് എണ്ണ വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കണ്ണിച്ചോരുണ്ടോ മനുഷ്യ? ആ ചെറുക്കനാണ് കുയില്, പാറ്റ, അണ്ണാറക്കണ്ണൻ ഇതെല്ലാം ജീവനാന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആ സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്നത്. എടി കണ്ണിച്ചോരെന്ന് പറഞ്ഞാലേ അടുക്കളയിൽ പാചകത്തിന് വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ തന്നെ വേണ്ടേ? ഇല്ലെങ്കിൽ നീ എന്റെ മക്കിട്ട് കയറില്ലേ? എന്നാലും പാവം ഉത്തമൻ. നീ അവന് കാശ് കൊടുക്ക്. കാശ് ഇല്ലല്ല, എന്നാ പിന്നെ മിണ്ടാതിരിക്കും കേട്ടാ.
പൊട്ടിക്കല്ലെന്ന് പറഞ്ഞല്ലേടാ നിന്റെ അടുത്ത്. എന്റെ പൊന്നേട്ടത് വിശേഷ ദിവസമാണ്, എനിക്ക് പൊട്ടിച്ചേ പറ്റൂ. ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. എന്റെ അച്ഛനെ പിറന്നാളല്ല. എടാ പൊട്ടിക്കല്ലെന്ന്. ഞാൻ പൊട്ടിക്കും. എടാ എടാ അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഇതാ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടത്. എടാ പൊട്ടിക്കല്ലെന്ന്. രണ്ടാമത് പട്ടിയാ. ഈ പൊട്ടിച്ചത് ആരെയും നോക്കിയോ? ഞാൻ പൊട്ടിക്കും, ഇനി പൊട്ടിക്കും, ഇനി ഞാൻ പൊട്ടിക്കും. എനിക്ക് ചേട്ടൻ എനിക്ക് 2,000 രൂപ പടക്കം മേടിച്ചതിന്റെ പൈസ എനിക്ക് മുതലാക്കണ്ടേ? നീ ഇനി എടുത്തിട്ട് വരാം. എടുത്തോണ്ട് വാ. ആ. നിന്റെ അടുത്ത് പൊട്ടിക്കല്ലെന്ന് പറഞ്ഞാ പടക്കം. പറഞ്ഞാ നിന്റെ അടുത്ത്. പൊട്ടി 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 നീ നില്ലവിടെ. നിന്റെ ആസനം ചോദിച്ച് ഞാൻ പൊട്ടിക്കോളാം.